ആൻറ്റി ഏജിങ് ഗുണങ്ങളാൽ അതിസമ്പന്നമായ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്ന്. പക്ഷേ അതിൻ്റെ പവർ എന്താണെന്ന് പലർക്കും അറിയില്ല. അതാണ് ഈ ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ. ഇതൊരു സാധാരണ ഓയിലല്ല. നിങ്ങളുടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനും വലിഞ്ഞു തൂങ്ങിയ നിങ്ങളുടെ മുഖത്തെ ടൈറ്റ് ആക്കുവാനും നഷ്ടപ്പെട്ട ഗ്ലോ തിരികെ തരുവാനും മുഖത്തെ മൊത്തത്തിൽ പുനർജീവിപ്പിച്ച് ഒരു യുവത്വം തരുവാനും സഹായിക്കുന്ന പ്രകൃതിയുടെ ഒരു നാച്ചുറൽ ബോട്ടോക്സ് തന്നെയാണിത്. പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോഴും സ്കിൻ ലൂസാകുമ്പോഴും ഫൈൻ ലൈൻസ് ഡീപ്പർ ആകുമ്പോഴും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുഖത്ത് വിസിബിളായിട്ടുള്ള മാറ്റം കാണാൻ സാധിക്കും. അതും പണം ചെലവാക്കാതെ, ഇഞ്ചെക്ഷൻസ് ഇല്ലാതെ, കെമിക്കൽസ് ഒന്നുമില്ലാതെ തന്നെ. സോ ഇന്നത്തെ വീഡിയോയിൽ കാസ്റ്റർ ഓയിൽ ഒറ്റയ്ക്കല്ല, ചില പവർഫുൾ നാച്ചുറൽ ഓയിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ടൈറ്റൻ ആകുന്നതെന്നും ഹൈഡ്രേറ്റ് ആകുന്നതെന്നും അതേപോലെ തന്നെ നല്ല ചെറുപ്പത്തോടെയുള്ള സ്കിന്ന് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചിട്ടുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു രസകരമായ കാര്യം ഞാൻ പറയാം. എനിക്ക് വന്ന ഒരു കമൻറ്റിൻ്റെ കാര്യമാണ്. അതായത് എനിക്ക് എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു, പ്രായമാകുക എന്നൊക്കെ പറയുന്നത് കാലത്തിൻ്റെ അനിവാര്യതയാണ്, എന്തിനാണ് മനുഷ്യർ അത് കുറയ്ക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കമൻറ്റ് വന്നത്. ഞാനത് കണ്ടു, ഞാൻ അപ്പോൾ തന്നെ അതങ്ങ് വിട്ടു. കാര്യം ചിലതൊക്കെ മറുപടി അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനത് കാര്യമാക്കിയില്ല, അതങ്ങ് പോയി. പിറ്റേ ദിവസം ഇയാളുടെ തന്നെ കമൻറ്റ് ഞാൻ വായിക്കുകയാണ്. എൻ്റെ മുഖത്ത് വളരെയധികം ചുളിവുകളുണ്ട്, മുഖം സാഗ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും സിറമോ ആൻറ്റി ഏജിങ് ക്രീമുകളോ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇത് കാണിക്കുന്നത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇന്നലെ അതൊക്കെ കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് ചോദിക്കുന്നു അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ എന്ന്. അതായത് പുറത്തുനിന്ന് നമ്മളൊരു കാര്യത്തെ എതിർക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അതേപോലെ ഒരു മാറ്റം ആഗ്രഹിക്കുകയും ചെയ്യും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക മനഃശാസ്ത്രമാണ്. എല്ലാ മനുഷ്യനും അവനവൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ കാണിക്കാനും ഏറ്റവും ഭംഗിയായി അവനെ പ്രസൻറ്റ് ചെയ്യാനുമാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പലർക്കും അത് ഓപ്പൺലി പറയാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് അവർ മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നിങ്ങളെ കെയർ ചെയ്യുമ്പോൾ, നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും ഒരു തെറ്റല്ല, അത് സെൽഫ് ലവ് ആണ്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പലപ്പോഴും അവർക്ക് തന്നെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡൗട്ട് ചെയ്യരുത്, നിങ്ങൾ ആരെയും പേടിക്കുകയും ചെയ്യരുത്. നിങ്ങളെ നല്ലതാക്കാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പ് പോലും അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഉയർത്തുകയും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും. അപ്പോൾ ഭംഗിയായിട്ട് നടക്കുന്നു, ഭംഗിയായിട്ട് ഒരുങ്ങുന്നു എന്നതിൻ്റെ പേരിൽ, മറ്റൊരാൾ എന്ത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും മടിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത് കേട്ടോ. പലരും ഈ ആവണക്കെണ്ണ മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു ഓയിലായിട്ടും വളരെ തിക്കായിട്ടുള്ള ഒരു ഓയിലായിട്ടുമാണ് കാണുന്നത്. മുടി വളർത്താനും ഹെയറിനും ഒക്കെ കാസ്റ്റർ ഓയിൽ വളരെയധികം നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ സ്കിന്നിൽ ഇവൻ ചില മാജിക്കുകൾ കാണിക്കുന്നുണ്ട്. അതെന്താണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാസ്റ്റർ ഓയിലിൻ്റെ ഉള്ളിലുള്ള റൈസിനോലിക് ആസിഡ് എന്ന ഫാറ്റി ആസിഡാണ് ഇതിൻ്റെ മെയിൻ പവർ എന്ന് പറയുന്നത്. ഇത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഡീപ്പായി മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ സഹായിക്കും. അതായത് പുറത്ത് മാത്രം ഓയിൽ ഫീൽ കൊടുക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് സ്കിൻ ഹൈഡ്രേറ്റ് ആക്കുന്നു. അതുകൊണ്ടാണ് ഡ്രൈ ആയതും ലൂസായതുമായ സ്കിന്ന് ഗ്രാജ്വലി സോഫ്റ്റ് ആകുകയും പ്ലംബായി തോന്നുകയും ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ പ്രായം കൂടുമ്പോൾ സ്കിൻ ബാരിയർ വീക്കാകും. അതിനാൽ വാട്ടർ ലോസ് കൂടുതലാകും. അപ്പോൾ കാസ്റ്റർ ഓയിൽ ആ ബാരിയറിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസ് സ്ലൈറ്റ്ലി സ്മൂത്തായി തോന്നാൻ തുടങ്ങും. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങിയാൽ അത്ഭുതകരമായ മാറ്റമായിരിക്കും നിങ്ങളുടെ സ്കിന്നിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ആവണക്കെണ്ണ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ചില സ്പെസിഫിക് ഓയിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് കൂടുതൽ ബാലൻസ്ഡ് ആകും എന്നതാണ്. ഇനി ഇതെങ്ങനെ ഏതൊക്കെ ഓയിലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിലാദ്യത്തെ ഒരു ഓയിൽ മിക്സിംഗ് എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലിൻ്റെ കൂടെ പോമോഗ്രാനൈറ്റ് ഓയിലും കൂടി മിക്സ് ചെയ്യുന്ന ഒരു കൂട്ടാണ്. പോമോഗ്രാനൈറ്റ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ മാതളമില്ലേ, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണിത്.
പലർക്കും ഇതിൻ്റെ പവർ അറിയില്ല. ഇതൊരു സ്ട്രോങ് ആൻറ്റി ഏജിങ് ഓയിലാണ്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് സ്കിൻ ഡാമേജ് കുറയ്ക്കാനും കൊളാജൻ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കും. അതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ് ഇതൊക്കെ കുറച്ച് സ്കിൻ നല്ല ഫേം ആകാനും ടൈറ്റ് ആകാനും ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. സോ നമ്മളിവിടെ പവർഫുൾ ആയിട്ടുള്ള 2 ആൻറ്റി ഏജിങ് ഓയിലുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഓയിലുകളും സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ നൽകി സ്കിന്നിനെ സ്ട്രെങ്തൻ ചെയ്ത് റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഓയിലുകൾ രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഗ്രാജുവലി സ്മൂത്തനാക്കാനായിട്ടും മുഖത്തിന് ഒരു ഹെൽത്തി ഗ്ലോ വരാനും സഹായിക്കുന്ന ഒരു സ്ട്രോങ് നാച്ചുറൽ ആൻറ്റി ഏജിങ് കോമ്പിനേഷനാണിത്. ഇനി ഇതെങ്ങനെയാണ്, എത്ര അളവിലാണ് എടുത്ത് മിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായി 1/2 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പോമോഗ്രാനൈറ്റ് ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക. ഇത് ഇത്ര സമയം മുഖത്ത് അപ്ലൈ ചെയ്യുക എന്നൊന്നുമില്ല കേട്ടോ. എത്ര സമയം ഇത് മുഖത്തിരിക്കുന്നുവോ അത്രയും നല്ലതാണ്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മുഖത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ലത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ കുളിക്കാൻ പോകുന്നത് അപ്പോൾ വാഷ് ചെയ്താൽ മതി. വളരെ നല്ല റിസൾട്ട് തരുന്നതാണ് ഇത് നിങ്ങളുടെ സ്കിന്നിൽ. എക്സ്പെൻസീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതുപോലെയുള്ള ഒരു റിസൾട്ട് തരുന്ന ഓയിൽ മിക്സാണിത്. വലിഞ്ഞു തൂങ്ങിയ മുഖം ഒന്ന് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ചെയ്തതുപോലെ ആകാൻ സഹായിക്കുന്ന ഒരു ഓയിൽ കൂട്ടാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കാസ്റ്റർ ഓയിൽ ആണെങ്കിലും പോമോഗ്രാനൈറ്റ് ഓയിൽ ആണെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ വാങ്ങുക. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോകുന്ന അടുത്ത ഓയിൽ എന്ന് പറയുന്നത് റോസ് ഹിപ്പ് ഓയിലാണ്. ഇതൊരു പവർഫുൾ ആൻറ്റി ഏജിങ് ഓയിലാണ്. ഇത് വൈറ്റമിൻ സി റിച്ചായ ഒരു ഓയിൽ കൂടിയാണ്. അതിനാൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കും. കൂടാതെ ഇതിലുള്ള വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻസും സ്കിൻ സെൽസ് റിപ്പയർ ചെയ്യാനും കൊളാജൻ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതിനാൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എന്നിവ ഗ്രാജുവലി കുറയ്ക്കാനും സ്കിൻ കൂടുതൽ സ്മൂത്തായി കാണാനും യൂത്ത്ഫുള്ളായി തോന്നാനും ഇത് സഹായിക്കുന്നതാണ്. കാസ്റ്റർ ഓയിൽ ഡീപ്പ് ഹൈഡ്രേഷൻ കൊടുക്കുമ്പോൾ റോസ് ഹിപ്പ് ഓയിൽ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് റിന്യൂവൽ ചെയ്യുന്നതിനാൽ ഇതൊരു എഫക്റ്റീവ് നാച്ചുറൽ ആൻറ്റി ഏജിങ് കോമ്പിനേഷനായിട്ട് പ്രവർത്തിക്കും. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഒരു 5 ഡ്രോപ്സ് കാസ്റ്റർ ഓയിൽ എടുക്കുക. അതിലേക്ക് ഒരു 10 ഡ്രോപ്സ് റോസ് ഹിപ്പ് ഓയിൽ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. റോസ് ഹിപ്പ് ഓയിലൊന്നും ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് കാസ്റ്റർ ഓയിൽ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി റോസ് ഹിപ്പ് ഓയിലും കൂടി എടുക്കുക. എന്ന് കരുതി ഇത് 1 ടീസ്പൂണൊന്നും എടുക്കരുത്. ഇത് ഡ്രോപ്സായി മാത്രം എടുത്താൽ മതി. നമ്മൾ എപ്പോഴാണോ ഇതൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മാത്രം കുറച്ചെടുത്ത് മിക്സ് ചെയ്താൽ മതിയല്ലോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിൽ മിക്സാണിത്. രണ്ടും ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള ഓയിലുകളാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഓയിൽ മിക്സാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോകുന്ന അടുത്ത ഓയിൽ എന്ന് പറയുന്നത് ഹൊഹോബ ഓയിലാണ്. ഇത് എഴുതുന്നത് ജോജോബ ഓയിൽ എന്നാണെങ്കിലും ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഹൊഹോബ ഓയിൽ എന്നാണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഓയിലാണ്. അതിനാൽ ഇത് വളരെ എളുപ്പത്തിൽ അബ്സോർബ് ആവുകയും പോർസ് ക്ലോഗ് ആകാതെ സ്കിൻ ബാലൻസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമുള്ള ഈ ഓയിൽ സ്കിന്നിൻ്റെ മോയ്സ്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ കൂടുതൽ ഡീപ്പാവുന്നത് സ്ലോ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. കാസ്റ്റർ ഓയിൽ ഡീപ്പ് ഹൈഡ്രേഷൻ കൊടുക്കുമ്പോൾ ഹൊഹോബ ഓയിൽ സ്കിന്നിനെ ബാലൻസ് ചെയ്ത് സ്മൂത്ത് ആക്കുന്നതിനാൽ ഇതൊരു ജെൻറ്റിൽ ബട്ട് ഇഫക്റ്റീവ് നാച്ചുറൽ ആൻറ്റി ഏജിങ് കോമ്പിനേഷനായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഹൊഹോബ ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിൽ മിക്സാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക.
പിന്നെ നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങുക. അങ്ങാടിക്കടയിലൊക്കെ ആവണക്കെണ്ണ വാങ്ങാനായിട്ട് കിട്ടും, പക്ഷേ അതൊന്നും നല്ല ക്വാളിറ്റി ഉള്ള ആവണക്കെണ്ണയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനിൽ നല്ല ബ്രാൻഡിൻ്റെ ആവണക്കെണ്ണ നോക്കി തന്നെ വാങ്ങുക. പിന്നെ പ്രായം കൂടുന്നത് നാച്ചുറലാണ്, പക്ഷേ ആ പ്രായം എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. 40 കഴിഞ്ഞാൽ സ്കിന്നിന് കൂടുതൽ കെയർ, കൂടുതൽ നറിഷ്മെൻറ്റ് ഇതൊക്കെ ആവശ്യമാണ്. അതിന് കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേണമെന്നില്ല. ചെറിയ ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കെയർ മാത്രം മതി. ഞാൻ ഇന്ന് കാണിച്ച വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു നാച്ചുറൽ ഓയിൽസ് റുട്ടീന് റെഗുലറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ഗ്രാജ്വലി കൂടുതൽ സോഫ്റ്റായിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഹെൽത്തി ആയിട്ട് മാറുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് വൈകിപ്പോയി എന്നൊന്നും ഒരിക്കലും കരുതണ്ട. നിങ്ങളുടെ സ്കിന്നിന് കെയർ കൊടുക്കാൻ തുടങ്ങാൻ പറ്റുന്ന വളരെ നല്ലൊരു സമയമാണിത്. നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ കോൺഫിഡൻസിലും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം, വേനൽക്കാലമാണ്. നല്ല രീതിയിൽ ടാൻ അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ കൂടി സൺസ്ക്രീൻ നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു SPF 50 ഉള്ള സൺസ്ക്രീൻ തന്നെ നോക്കി വാങ്ങിക്കുക, നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിക്കുക. അത് നിങ്ങൾ മറന്നു പോകരുത്. സൺസ്ക്രീൻ വളരെ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഒരു 40കൾക്കൊക്കെ ശേഷം ഈ സൺ ടാനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ സൺ എക്സ്പോഷറാണ് നമുക്ക് പ്രായം കൂട്ടാനൊക്കെ വളരെ വലിയ കാരണമാവുന്ന ഘടകങ്ങളിലൊന്ന്. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.